ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ നിങ്ങളൊരു വ്യക്തിനെ മനസ്സിൽ അങ്ങനെ നിങ്ങളുടെ ആളുടെ വിശേഷങ്ങൾ അറിയണം, സിറ്റുവേഷൻ എന്താണെന്ന് അറിയണം എന്നൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ നന്നായി വിചാരിച്ചിട്ട് 3 പ്രാവശ്യം ശ്വാസം ഇൻ ആൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു പേര് മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക. ഇത് എന്തായാലും നിങ്ങളുടെ ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് ഇത് ആ എനർജി കാണിക്കട്ടെ. എന്തായാലും എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആലോചിക്കുന്ന വ്യക്തിയുടെ കുറിച്ചുള്ള എനർജി നോക്കാം. പിന്നെ കറൻറ്റ് സിറ്റുവേഷൻ, ആളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്കിപ്പം 4 ഓഫ് സോർഡ്സ്, എന്താണ് ഇയാൾക്ക് വിധി കൊണ്ടുവന്നത്? 8 ഓഫ് കപ്സ്. ഇപ്പോൾ ഇയാൾക്ക് അറിയാത്തത് എന്ത് കാര്യമുള്ളത്? 5 ഓഫ് കപ്സ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം അയാളുടെ ജീവിതത്തിലെ? ദ ടവർ. എന്താണ് ഈ വ്യക്തിക്ക് അറിയാവുന്ന കാര്യം? ഹാങ്ഡ് മാൻ. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറായിട്ട് 3 മാസത്തിൻ്റെ ഉള്ളിൽ ഈ ആൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഡെത്ത് കാർഡാണ്. ഇയാളുടെ എന്ത് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസാണ് ഇയാൾക്കുണ്ടായിരുന്നത്? 7 ഓഫ് കപ്സ്. ഉള്ളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് എന്തായിരുന്നു? ഇന്നർ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു? 10 ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് ഇയാളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷയും ഭയങ്ങളും എന്തായിരുന്നു അയാളുടെ മനസ്സിലുള്ളത് മുന്നോട്ടുള്ള ചിന്തയിൽ? 2 ഓഫ് സോർഡ്സ്. ലോങ് ടൈമിൽ ആൾ എങ്ങോട്ടാണ് പോകുന്നത്? 6 ഓഫ് സോർഡ്സ്. ഇത് ആളുടെ കറണ്ട് സിറ്റുവേഷനായി കിട്ടിയിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു നല്ലൊരു വേദന കഴിഞ്ഞ്, കഠിനമായൊരു വേദന കഴിഞ്ഞ് അത് ആ വേദനയുമായി പൊരുത്തപ്പെട്ട് അതിന് സമരസപ്പെട്ട് എല്ലാറ്റിൽ നിന്നും മാറി റെസ്റ്റ് എടുക്കുന്നൊരു ടൈമാണ്. ചിലപ്പോൾ വേദന താങ്ങാനാവാതെ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി അങ്ങനെ മാറിയിരിക്കുന്നൊരു എനർജിയാണ് ഈ ആൾക്ക് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇയാൾക്ക് വിധി കൊണ്ടുവന്നതെന്ന് വെച്ചപ്പോൾ ഏതൊരു ഹൃദയബന്ധം, ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. കപ്പിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെയാണ്. ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആൾ തിരിഞ്ഞു നടന്നിരിക്കുന്നു. ഇതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് തിരിഞ്ഞു നടന്നിരിക്കുന്നു. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഇതായിരിക്കും ആൾക്ക് വിധിയായിട്ട് അയാൾക്കുണ്ടായിരുന്നത്. ഇയാൾക്ക് അറിയാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ 5 ഓഫ് കപ്സ് ആണ്. ഇതിൽ ഇയാളുടെ സ്നേഹബന്ധം അത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് അയാൾ വിഷമത്തിൽ, ഡിപ്രഷനിൽ ഇരിക്കുന്നത്. പക്ഷേ ഇയാൾ അറിയാത്തൊരു കാര്യമുണ്ട്. പുറകിൽ 2 കപ്പുണ്ട്. അയാളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അയാളത് കാണുന്നില്ല. ആൾ കാണാതെ ആൾ തിരിച്ചു പോവുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇയാൾക്ക് അറിയാത്തൊരു കാര്യം. ഇത് എന്താണ് സംഭവിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ടവറാണ്. ഇതൊരു നെഗറ്റീവ് വേർഡാണ്. എന്തെങ്കിലും നമ്മൾ അപ്രതീക്ഷിതമായൊരടി, തിരിച്ചടി ഇതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാച്ചിങ്ങ അടുത്ത് തന്നെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ജോലിയിൽ, ചിലപ്പോൾ ആളുടെ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ അതിൽ നിന്ന് മാറാനുള്ളൊരു സാധ്യതയോ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് അത് പെട്ടെന്ന് അയാളുടെ സ്വത്തുകൾ നഷ്ടപ്പെടാനോ, അല്ലെങ്കിൽ വല്ല ബിസിനസ് നടക്കുകയാണെങ്കിൽ അത് നഷ്ടത്തിൽ വരാനോ, എങ്ങനെ എന്തെങ്കിലും ആൾക്കൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു ഇത് ആൾക്ക് ഉണ്ടായിരുന്നു. അതാണ് അയാളുടെ കാരണം. ഒന്നുകിൽ ഇത് സംഭവിച്ചിട്ടിരിക്കില്ല, അല്ലെങ്കിൽ അടുത്ത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ വ്യക്തി അറിയുന്നത് ചോദിച്ചപ്പോൾ ഹാങ്ഡ് മാനാണ്. ഈ ആൾ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി ആളൊരു വേറെ രീതിയിൽ കാര്യങ്ങളെ കാണുന്നൊരു എനർജിയാണ് കാണിക്കുന്നത്.
ഇത് സാധാരണഗതിയിൽ എല്ലാവരും നോക്കിക്കാണുന്ന അതേ രീതിയിലല്ല, ആളൊരു വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ കണ്ടത്. അതായിരിക്കും ചിലപ്പോൾ ഇയാൾക്ക് അത് അറിയായിരിക്കും ഞാനിങ്ങനെയല്ല കാര്യങ്ങളെ നേരിടേണ്ടതെന്ന് ആൾക്കറിയാമായിരിക്കാം. ഇത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ 3 മാസത്തിൻ്റെ ഉള്ളിൽ ആൾക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഡെത്ത് കാർഡാണ്. ഇതൊരു പരിവർത്തനത്തിൻ്റെ കാർഡാണ്. കാര്യമായിട്ട് എന്തോ ഒരു പരിവർത്തനം, ഒന്നുകിൽ വീട് മാറുകയോ സ്ഥലം മാറുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യമായുള്ളൊരു പരിവർത്തനം നടക്കുന്ന ഒരു സമയമാണ് ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ. എന്ത് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പല കാര്യങ്ങളിലും കുറച്ച് മതിമറന്ന ഒരു ചിന്തയിലായിരുന്നു. കൂടുതൽ പ്രലോഭനങ്ങൾ ഇതിൽ കാണാം. പല കപ്പുകളിൽ പല സാധനങ്ങൾ, ഒന്നുകിൽ അധികാരം, പണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ ചില വ്യക്തികൾ, പല വ്യക്തികളായുള്ള ഒരു സ്നേഹബന്ധം, അങ്ങനെ എന്തോ ഒരു ഇയാളെ വളരെയധികം മോഹിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഇയാളുടെ ഉള്ളിൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ അതിൽ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇയാൾ ഒരുപാട് പണം സമ്പാദിക്കണം, അവളുടെ ഫാമിലിക്ക് വേണ്ടി, ആളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, അങ്ങനെ ഒരു സമ്പാദിക്കണം, എല്ലാം കൊണ്ടും ഒരു സ്ഥിരമായ ഒരു സെറ്റപ്പ് ഉണ്ടാവണം എന്നുള്ളൊരു ആളുടെ ഒരു ചിന്താഗതി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്താണ് ഇയാളുടെ ആഗ്രഹവും പ്രതീക്ഷയും എന്ന് ചോദിച്ചപ്പോൾ 2 ഓഫ് സോർട്സ് ആണ്. ഇത് ആൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. ഏത് തിരഞ്ഞെടുക്കണം, ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതൊരു പക്ഷേ ബന്ധങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠനത്തിൻ്റെ കോഴ്സ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തോ കാര്യമായൊരു കൺഫ്യൂഷനിൽ ആൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ആൾക്കൊരു തീരുമാനം എടുക്കാനാവാതെ വളരെയധികം വിഷമിക്കുന്നൊരു കാലഘട്ടമാണ് ആളുടേത്. ഇത് ആൾ ലോങ് ടേമിലേക്ക് എന്താ പോകണമെന്ന് ചോദിച്ചപ്പോൾ 6 ഓഫ് സോർട്സ് ആണ്. ഒന്നുകിൽ ഈ ആൾ ഇപ്പോൾ നിൽക്കുന്ന ഇടത്തു നിന്നും എല്ലാവരെയും കൂട്ടി, ആളുടെ ഫാമിലിനെയും എല്ലാം കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം മാറി വേറൊരിടത്തേക്ക്, വേറെ എന്തെങ്കിലും ഒരു തേടി പോകുന്ന ഒരു എനർജി ആയിരിക്കാം. ഇങ്ങനെയുള്ളതാണ് ഇന്ന് കിട്ടിയൊരു ഇത്. കുറേയൊക്കെ നെഗറ്റീവായുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നതെന്ന് കാണിക്കാം. ഇത് മേജർ ആർക്കാന കാർഡുണ്ട്, 3 മേജർ ആർക്കാന കാർഡുണ്ട്. അപ്പോൾ ആൾ ആത്മീയമായ ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നു. അത് ഇയാളുടെ കർമ്മഫലമായിരിക്കാം. എന്തോ ആളുടെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഈ റീഡിങ് റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് എൻ്റെ എല്ലാ ദിവസത്തെയും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ കിട്ടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.